കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി KSEB എന്ന മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല, സ്കൂളിന് മുകളിലൂടെ ഹൈപവർ ലൈൻ അനുവദിച്ചത് എങ്ങനെയെന്നും V മുരളീധരൻ ചോദിച്ചു. സ്കൂൾ മാനേജർക്കെതിരെ കേസെടുക്കണമെന്നും മുൻ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, തേവലക്കരയിലെ വിദ്യാർത്ഥി മരണം ദാരുണമായ സംഭവം, അരുണിലേക്ക് പോകുന്നതിന് മുമ്പ് V മുരളീധരൻ്റെ പ്രതികരണത്തിലേക്ക്. കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ഈ സംഭവത്തിന് കാരണമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും അല്ലെങ്കിൽ ഒന്നാം പ്രതി എന്ന് പറയാവുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ്. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് ഈ കാര്യത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വിദ്യാലയത്തിൽ ഒരു ഹൈ പവർ ലൈൻ സ്കൂളിൻ്റെ മുകളിൽ അങ്ങനെ ഒരു ലൈൻ കടന്നു പോകുന്നത് എങ്ങനെ KSEB അനുവദിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം വന്നിട്ടില്ല. ഒരു വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ അത്തരത്തിലുള്ള ലൈൻ ഉണ്ടെങ്കിൽ അതിലെ പവർ കട്ട് ചെയ്യാൻ ഉള്ള ആ സംവിധാനം KSEB എടുക്കേണ്ടതായിരുന്നു. ഈ സ്കൂളിൻ്റെ മാനേജർ CPMൻ്റെ ലോക്കൽ സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരറിവുമില്ലായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പാലിക്കേണ്ട ജാഗ്രതയും അവധാനതയും അത് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല? വളരെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ പഠിക്കുന്ന സ്ഥലത്താവുമ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാകില്ല എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയൊരു സമീപനം സ്കൂൾ അധികൃതർ സ്വീകരിച്ചത് എന്ന ചോദ്യമാണ് ഇതിൽ ഉയർന്നു വരുന്നത്. തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി KSEB എന്ന V മുരളീധരൻ പറയുകയാണ്. അരുണാലത്തൂർ ചേരുന്നു വിവരങ്ങൾ നൽകാൻ. അരുൺ, വിശദാംശങ്ങൾ. തേവലക്കര ഷോക്കേറ്റ് മരണത്തിൽ ഒന്നാം പ്രതി KSEB ആണ് എന്നുള്ളതാണ് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ അദ്ദേഹം പറയുന്നത്. ഉത്തരവാദിത്വത്തിൽ നിന്ന് KSEBക്ക് ഒഴിഞ്ഞു മാറാനാവില്ല എന്നും സ്കൂളിന് മുകളിൽ ഹൈ പവർ ലൈൻ എങ്ങനെ അനുവദിച്ചു എന്നും അദ്ദേഹം ചോദിച്ചു. ഈ സ്കൂളിന് മുകളിൽ ഹൈപവർ ലൈൻ അനുവദിച്ചതിൽ വിദ്യാഭ്യാസ വകുപ്പിനും ഉത്തരവാദിത്വമുണ്ട്. മന്ത്രി ശിവൻകുട്ടിക്ക് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉത്തരവാദിത്വമുണ്ടെന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. നിലമ്പൂരിൽ ഈ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ യുവാവ് മരിച്ചപ്പോൾ ഉൾപ്പെടെ KSEB അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ അത് അനുവദിക്കാൻ കഴിയില്ല എന്നും ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി KSEBയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ ഈ മാനേജർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണം എന്നുൾപ്പെടെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഏതായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുള്ളതെന്നും അതിന് കാരണം എന്നുള്ളത് അത് ഈ രണ്ട് വകുപ്പുകൾ തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്.